ഹലോ എവ്രി വൺ, എല്ലാവർക്കും ക്യൂബിറ്റ് അക്കാഡമിയുടെ SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ SSC GDയുടെ ഫ്രീ ക്രാഷ് കോഴ്സ് 25 ഡേയ്സിന് ഫ്രീ ക്രാഷ് കോഴ്സുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിന് മുൻപ് QAയുടെ പെർസെൻറ്റേജ് എന്നുള്ള ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോ പോയിട്ട് കാണുക. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, QAയിലെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ടാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിൽ ആദ്യം തന്നെ കുറച്ച് ബേസിക്സ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ഫൈൻ. എന്താണ് ഈ റേഷ്യോ? ഓക്കെ, എന്താണ് ഈ റേഷ്യോ? എല്ലാവരും ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ റേഷ്യോ? നമ്മൾ എഴുതി കണ്ടിട്ടുണ്ട്. A:B, B:C എന്നൊക്കെ നമ്മൾ എഴുതി കണ്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ റേഷ്യോ? അപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം കൈൻഡ് ഓഫ്, ഒരേ തരത്തിലുള്ള, ഒരേ യൂണിറ്റിലുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരേ യൂണിറ്റിലുള്ള രണ്ട് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ക്വാണ്ടിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ ഈ ഒരു 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 സെൻറ്റൻസ് പോലെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഡേ ടു ഡേ ലൈഫിലേക്ക് ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും അടുക്കളയിൽ കയറുന്നവരാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഈ ചായയിൽ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലാണ് നമ്മൾ വെള്ളവും പാലും യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ചില ആൾക്കാർ ഒരു ഗ്ലാസ് വെള്ളത്തിന് അര ഗ്ലാസ് പാല് യൂസ് ചെയ്യും. അപ്പോൾ അതുപോലെ അയാൾ രണ്ട് പേർക്ക് ഉണ്ടാക്കാൻ, ഒരാൾക്ക് അയാൾ ഒരു ഗ്ലാസ് വെള്ളവും അര ഗ്ലാസ് പാലും ആണെങ്കിൽ രണ്ട് പേർക്ക് അയാൾ എന്ത് ചെയ്യും? 2 ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പാലും യൂസ് ചെയ്യും അല്ലേ? അതായത് ഒരു പ്രത്യേക അനുപാതം, മലയാളത്തിൽ അനുപാതം എന്നാണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. പ്രത്യേക റേഷ്യോയിലാണ് അയാൾ ഈ വെള്ളവും വാട്ടറും പാലും മിക്സ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിലേക്ക് ലിങ്ക് ചെയ്യുന്ന സമയത്ത് റേഷ്യോയുടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിനെ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും? ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ, A:B അല്ലേ? ഇതിനെ A:B എന്നാണ് വായിക്കുക. നമുക്ക് ഇതിനെ എങ്ങനെയും കൂടെ എഴുതാം, A/B എന്നും കൂടെ എഴുതാം. ഓക്കെ, നമ്മൾ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? A:B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B:Aക്ക് ഈക്വൽ ആണോ? ഓക്കെ, നിങ്ങൾ അത് ഈക്വൽ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് മനസ്സിലായി. A:B എങ്ങനെ എഴുതുക? A/B ആണ് എഴുതുക അല്ലേ? B:A എങ്ങനെയായിരിക്കും എഴുതുക? B/A. ഓക്കെ, ഇത് നമുക്ക് ഒരിക്കലും ഈക്വൽ അല്ല അല്ലേ? എന്തുകൊണ്ടാണ്? A/Bയുടെ റെസിപ്രോക്കലാണ് B/A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് ഈക്വൽ അല്ല അല്ലേ? അതാണ് ബേസിക് തിങ്. ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, A:B എന്ന് പറയുന്നത് ഒരിക്കലും B:A ആയിട്ട് ഈക്വൽ അല്ല. ഫൈൻ. ഇനി നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് ഈ റേഷ്യോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് റേഷ്യോയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. എന്താണ് A/B അല്ലേ? നമുക്ക് ഒരേ നമ്പർ കൊണ്ട് നമുക്ക് റേഷ്യോനെ രണ്ട് ഭാഗത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇഷ്യൂ ഇല്ല. എന്തുകൊണ്ടാണ് ഇഷ്യൂ ഇല്ലാത്തത്? ജസ്റ്റ് നമുക്ക് നോക്കാം, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ രണ്ട് ഭാഗത്തും നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? 2A/2B വന്നു അല്ലേ? 2A/2B. പക്ഷെ നമുക്ക് എന്തറിയാം, ഈ 2 സെയിം ആയതുകൊണ്ട് നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്ത് വരുന്നു? A/Bയിലേക്ക് തന്നെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അതായത് ബേസിക് റേഷ്യോ അവിടെ മെയിൻറ്റെയിൻ ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരേ നമ്പർ കൊണ്ട് നമ്മൾ റേഷ്യോയുടെ രണ്ട് ഭാഗവും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റേഷ്യോയിൽ ചേഞ്ച് വരില്ല എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഒരേ നമ്പർ കൊണ്ട് റേഷ്യോനെ ഡിവൈഡ് ചെയ്തു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം അത് തന്നെ സംഭവിക്കാൻ നോക്കാം. A/2/B/2. അപ്പോൾ നമുക്ക് മനസ്സിലായി, ക്യാൻസലായി പോയില്ലേ? വീണ്ടും എന്തായി? A/B തന്നെ റിമെയിൻ ചെയ്യുന്നു അല്ലേ? അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് വരും? ബേസിക് റേഷ്യോ മെയിൻറ്റെയിൻ ആവും, പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഡിഫറെൻറ്റ് നമ്പർ കൊണ്ട് നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ പറ്റുമോ? ഇല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോ മാറും. ഓക്കെ, ഇത് മനസ്സിൽ വയ്ക്കുക. ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കും,
ഈ പ്ലസ് ആൻഡ് മൈനസ് അല്ലേ, അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യുമ്പോൾ ചേഞ്ച് വരുമോ? അത് നമുക്ക് ഇത് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം അല്ലേ. ഓക്കെ, നമ്മൾ എടുത്തു 1/2. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു റേഷ്യോനെ നമ്മൾ ഒരു 2 വെച്ചിട്ട് ആഡ് ചെയ്തു. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നമ്മൾ 2 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ബേസിക് റേഷ്യോ 1/2 ആണ്. അതിൻ്റെ കൂടെ 2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്തു. എന്ത് വന്നു? 3/4 വന്നു അല്ലേ. ഈ 3/4 എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ എഴുതിയിരുന്ന 1/2ന് ഈക്വൽ ആണോ? അല്ല അല്ലേ. 1/2 3/4 ഒരിക്കലും ഈക്വൽ അല്ലേ ഈ 1/2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അഡീഷൻ ഒരിക്കലും, അത് ഒരേ നമ്പർ കൊണ്ടാണെങ്കിൽ പോലും ഒരിക്കലും റേഷ്യോ മെയിൻറ്റെയിൻ ആവില്ല. ഓക്കെ, ഇനി നമ്മളൊന്ന് ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കിയാലോ. നമുക്കൊരു ബേസിക് റേഷ്യോ ആയിട്ട് 5/7 5:7 എന്ന് പറയുമ്പോൾ ഇത് ഒരു 2 നമ്മൾ 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൈനസ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 3/5 അല്ലേ. ഇപ്പം നിങ്ങൾ നോക്കിയേ, നമ്മുടെ ബേസിക് റേഷ്യോ 5/7 ആയിരുന്നു അല്ലേ. 5/7 ആയിരുന്നു. ഇത് 3/5ന് ഈക്വൽ ആണോ? അല്ല അല്ലേ. അപ്പോൾ നമുക്ക് അഡീഷനും ചെയ്യാൻ പറ്റില്ല, സബ്സ്ട്രാക്ഷൻ നമുക്ക് ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് നിങ്ങൾ മൈൻഡിൽ വയ്ക്കാം. ഇനി എന്താണ് പറയാനുള്ളത്? നമ്മളെപ്പോഴും ഒരു റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും കേട്ടോ. അതൊന്ന് മനസ്സിൽ വെച്ചേക്കണേ. ഇപ്പോൾ നമ്മൾ 10:15 എന്നൊരിക്കലും നമ്മൾ റേഷ്യോ എക്സ്പ്രസ് ചെയ്യില്ല. എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ഇതിൻ്റെ ബേസിക് ഫോമിലേക്കാണ് നമ്മൾ ഈ ഒരു റേഷ്യോ എക്സ്പ്രസ് ചെയ്യുക. എങ്ങനെയാണിത്? അപ്പം ബേസിക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ 2:3 എന്നുള്ള റേഷ്യോയിലേക്ക് ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റേഷ്യോയുടെ കേസിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് ഒരു റേഷ്യോ തന്നു 2:3. ഓക്കെ, നമ്മൾ പഠിച്ചു അല്ലേ, ഒരേ നമ്പർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഇൻറ്റു 2. ഓക്കെ, ഇതെന്ത് വന്നു? 4 വന്നു. ഇതെന്ത് വന്നു? 6 വന്നു അല്ലേ. നിങ്ങൾ നോക്കൂ, ഈ ഒരു ബേസിക് റേഷ്യോ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര വന്നു? 5 വന്നു അല്ലേ. 5 വന്നു. ഇത് ആഡ് ചെയ്തപ്പോഴോ എന്ത് വന്നു? 10 വന്നു. അതായത് നമ്മൾ എന്തിനെ കൊണ്ടാണോ നമ്മുടെ ബേസിക് റേഷ്യോ രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്തത്, അതിനെ കൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ റേഷ്യോയുടെ ടോട്ടലിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിലേക്കാണോ എത്തിച്ചത് അതിലേക്ക് എത്തും അല്ലേ. ഇൻറ്റു 2, അതായത് ബേസിക് സം എടുത്തിട്ട് ഇൻറ്റു 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റു 2 കൊടുത്ത് ആഡ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് കിട്ടും അല്ലേ. അതായത് ബേസിക് റേഷ്യോയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും അതേ രീതിയിൽ പോകുന്ന ഓരോരോ. ഇപ്പം ഇൻറ്റു 2 ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻറ്റു 3 കൊടുത്താലോ. ഒരു എക്സാമ്പിളായിട്ട് ഇതേ 2:3 വെച്ച് നമുക്ക് ഇൻറ്റു 3 ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. 2:3 നമ്മൾ വീണ്ടും ഇൻറ്റു 3 കൊടുത്തു. ഓക്കെ, ഇൻറ്റു 3 കൊടുത്താൽ 6 വന്നു, ഇവിടെ 9 വന്നു. ഇതിൽ ബേസിക് റേഷ്യോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ആയിരുന്നു, ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 ആണ് അല്ലേ. അതായത് ബേസിക് സമ്മിൻ്റെ ഇൻറ്റു 3 ആണ് ഈ ഒരു 15 എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഫൈൻ, നമുക്കിനി പ്രപ്പോഷനിലേക്ക് പോകാം. എന്താണ് ഈ പ്രപ്പോഷൻ? പ്രപ്പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിറ്റി ഓഫ് റേഷ്യോ. റേഷ്യോയുടെ ഇക്വാലിറ്റീനെയാണ് ഈ പ്രപ്പോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം 1/2 നോക്കിക്കേ നിങ്ങൾ. 1/2 ഇസ് ഈക്വൽ ടു 2/4 അല്ലേ. കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്താണ്, ക്യാൻസൽ ചെയ്താൽ 1/2 തന്നെയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അതായത് 1:2 ഇസ് പ്രൊപ്പോർഷണൽ ടു 2:4. നമ്മൾ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? ഈ ഒരു 4 ഡോട്ട് വെച്ചിട്ട് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ പ്രപ്പോർഷൻ എന്നുള്ള ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ക്ലിയർ? എന്താണ്? ഇക്വാലിറ്റി ഓഫ് റേഷ്യോനെയാണ് നമ്മൾ ഈ പ്രപ്പോർഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഒരു രണ്ട് റേഷ്യോ നമ്മൾ എങ്ങനെയാണ് അത് പ്രപ്പോർഷനാണോ അല്ലയോ എന്നറിയാം. ഓക്കെ, അതിന് 1/2 ആൻഡ് 2/4 തന്നെ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾ കേട്ടോ.
എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് വന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 1/2 എന്ന് പറയുന്നത് 2/4 പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിലോ 1/2 ആൻഡ് 5/6 നോക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. 6 അല്ലേ, 6 ഇസ് ഈക്വൽ ടു 10 ആണോ? അല്ല, 6 ഇസ് നോട്ട് ഈക്വൽ ടു 10 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 1/2 ഇസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു 5/6. 1/2ഉം 5/6ഉം പ്രൊപ്പോർഷണേറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്. ഓക്കെ, ഇത്രയാണ് പ്രൊപ്പോർഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസിലൂടെ ഡിസ്കസ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, if 90 is divided into 2 parts in the ratio 2:3, then what are the values of 2 parts? ഓക്കെ, 90നെ 2 പാർട്ടാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു, 2:3 ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ 2 പാർട്ടിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ 2 പാർട്ട് എന്താണ്? 2:3 അല്ലേ. നമുക്ക് തന്നിരിക്കുന്നത് ഈ 90നെയാണ് നമ്മൾ ഈ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് ബേസിക് റേഷ്യോ ആണ് അല്ലേ. ശരിക്കുള്ള നമ്പർ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 2 ഭാഗത്തും ഇൻറ്റു എക്സ് എന്തോ ഒന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണല്ലോ നമുക്ക് 90 എത്തുക. നമ്മൾ ബേസിക്കലി പറഞ്ഞല്ലോ അത്. അപ്പോൾ ഇത് നോക്കിയേ, നമ്മൾ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു 2 ഭാഗത്തും. അപ്പോൾ എന്ത് വന്നു? 2x ആൻഡ് 3x ആയിട്ട് നമ്മുടെ ഈ നമ്പേഴ്സ്, ഈ ഒരു റേഷ്യോ മാറിയില്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ 2x + 3x ഇത് രണ്ടും ആഡ് ചെയ്താലാണ് ഈ 90. ഈ 90 നമ്മൾ 2x 3x എന്നുള്ള 2 3 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ നമ്പേഴ്സ് 2xും 3xും ആയി മാറി. അപ്പോൾ അതിൻ്റെ സമ്മല്ലേ ഈ 90 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 5x ഇസ് ഈക്വൽ ടു 90 എന്ന് വന്നു. അപ്പോൾ എക്സ് എന്ത് വന്നു? എക്സ് 18 എന്ന് വന്നു അല്ലേ. എക്സ് 18 ആണെങ്കിൽ എ എന്താണ്? അല്ലെങ്കിൽ ആദ്യത്തെ നമ്പർ എന്താണ്? 2x ആയിട്ടാണ് നമ്മൾ ആദ്യത്തെ നമ്പർ എടുത്തത് അല്ലേ. 2 × 18 നമുക്ക് എന്ത് വന്നു? 2 × 18 ഇസ് ഈക്വൽ ടു 36 വന്നു. രണ്ടാമത്തെ നമ്പർ 3 × 18 എന്ന് പറയുമ്പോൾ 54 വന്നു. ആൻസർ കിട്ടിയില്ലേ? 36 ആൻഡ് 54. ഇത് നമ്മൾ എക്സ് ഇടാതെ തന്നെ ജസ്റ്റ് യൂണിറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? ജസ്റ്റ് ഇതേ സെയിം സാധനമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? രണ്ടും എക്സ് ഇടാതെ തന്നെ നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 യൂണിറ്റ് ആണ് ടോട്ടൽ എന്ന് വന്നു അല്ലേ. 5 യൂണിറ്റ് ആണ് ടോട്ടൽ എന്ന് വന്നു. ഈ 5 യൂണിറ്റ് എന്തിന് ഈക്വലാണ്? 90ക്ക് ഈക്വലാണ് അല്ലേ. ഈ 5 യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്തായിരിക്കും? 18 ആയിരിക്കും അല്ലേ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 യൂണിറ്റ് ആയിട്ടുള്ള എയും 3 യൂണിറ്റ് ആയിട്ടുള്ള ബീനെയും പറ്റിയിട്ടാണ്. അപ്പോൾ 2 × 18 36 എ ആയിട്ട് വരും. 3 × 18 54 ബി ആയിട്ടും വരും. ക്ലിയർ ആണോ? ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The price of a jacket and handbag are in the ratio of 3:2. If a jacket costs 600 more than the handbag, then the price of the handbag is. Okay. Jacket and handbag അല്ലേ, ഏത് റേഷ്യോയിലാണ് ഉള്ളത്? 3:2 ഉള്ളത്. If a jacket costs 600 more than the handbag. അപ്പോൾ നമ്മൾ ജാക്കറ്റിൻ്റെയും ഹാൻഡ് ബാഗിൻ്റെയും റിയൽ കോസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻറ്റു എക്സ് എടുത്തു 3x ആൻഡ് 2x. അപ്പോൾ നമുക്ക് മനസ്സിലായി ജാക്കറ്റിൻ്റെ റിയൽ കോസ്റ്റ് 3x ആണ്, ഹാൻഡ് ബാഗിൻ്റെ റിയൽ കോസ്റ്റ് 2x ആണ്. ജാക്കറ്റ് 600 രൂപ, ഹാൻഡ് ബാഗിനേക്കാൾ 600 രൂപ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജാക്കറ്റ് എത്രയാണ് കൂടി നിൽക്കുന്നത്? ഹാൻഡ് ബാഗിനേക്കാൾ 1x ആണ് കൂടി നിൽക്കുന്നത് അല്ലേ. അതാണ് ഈ 600 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു യൂണിറ്റ് ആണ് 600. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദെൻ ദ പ്രൈസ് ഓഫ് ദ ഹാൻഡ് ബാഗ്. ഹാൻഡ് ബാഗിൻ്റെ പ്രൈസാണ് ചോദിച്ചിട്ടുള്ളത്. ഹാൻഡ് ബാഗിൻ്റെ പ്രൈസ് എന്താ വരിക? 600 × 2 ഇസ് ഈക്വൽ ടു 1200 എന്ന് വരും. ക്ലിയർ ആണോ? യൂണിറ്റ് ഇട്ടിട്ട് ചെയ്താലോ? ജസ്റ്റ് 3
-2 3 - 2 = 1 യൂണിറ്റ് ആണ് 600. അപ്പോൾ 2 യൂണിറ്റ് എന്താണ് 1200. അത്രേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of money with Geeta and Radha is 7:15 and that of the money with Radha and Savita is 7:16. If Geeta has rupees 980, how much money does Savita have? ഇതൊരു കുറച്ചൊരു ഡിഫറെൻ്റ് ആയല്ലേ. രണ്ട് റേഷ്യോസ് ആണ് തന്നിരിക്കുന്നത്, ഗീതയുടെയും രാധയുടെയും സവിതയുടെയും അല്ലേ. ജസ്റ്റ് നമുക്കൊന്ന് എഴുതിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഈ റേഷ്യോ നമുക്ക് 3 പേരുടെ ഒന്നിച്ചാക്കി കമ്പൈൻ ചെയ്യണം അല്ലേ. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാം. ഫൈൻ. എന്താണ് ഗീത ആൻഡ് രാധ എത്രയാണ് 7:15 ആണെന്ന് തന്നിട്ടുണ്ട്. രാധ ആൻഡ് സവിത 7:16 ആണെന്നും തന്നിട്ടുണ്ട് സവിത. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് രാധ കോമൺ ആണ് അല്ലേ, രാധയുടെ കോമൺ ആണ്. അപ്പോൾ രാധയുടേത് സെയിം ആക്കി കഴിഞ്ഞാൽ, സെയിം നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 പേരെയും ഒന്നിച്ച് ഒരേ റേഷ്യോയിലേക്ക് എടുത്തൂടെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 15നെ 7നെ നമ്മൾ ഒരേ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ×7 കൊടുത്തു. നമ്മൾ പഠിച്ചു ഒരു റേഷ്യോ നമ്മൾ ഒരു ഭാഗത്ത് ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ അതേ രീതിയിൽ മറ്റേ ഭാഗത്തും ചെയ്യണം അല്ലേ. അപ്പോൾ ×7 കൊടുത്തു. ഇവിടെ എന്ത് ചെയ്തു, ×15 കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് വന്നു, 49 വന്നു. ഇവിടെ എന്ത് വന്നു, 105 വന്നു. ഇവിടെ എന്ത് വന്നു, 15 × 16 എന്ന് പറയുമ്പോൾ എത്ര വരും, 160 + 80 അല്ലേ, 240 വന്നു. ഇവിടെ 240 വന്നു. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മളിതിനെ കൺവേർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഗീത ഹാസ് rupees 980, ഗീതയുടെ അതായത് 49 യൂണിറ്റ്, നമ്മൾ യൂണിറ്റ് വെച്ചിട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ എക്സ് വെച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു, പക്ഷേ യൂണിറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസിയർ ആണ്, ടൈം കുറച്ചുകൂടെ കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 49 യൂണിറ്റ് ആണ് ഈ 980 എന്ന് പറയുന്നത് അല്ലേ, 49 യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്താണ്, 20 ആണ് അല്ലേ, 20 ആണ്. അപ്പോൾ ഹൗ മച്ച് മണി ഡസ് സവിത ഹാവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഒരു യൂണിറ്റ് 20 ആയിട്ട് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് സവിതയുടെ കയ്യിലുള്ള 240 എത്ര യൂണിറ്റ് ഇതായിരിക്കും, 240 × 20. അപ്പോൾ സവിതയുടെ കയ്യിൽ ടോട്ടൽ എത്ര പ്രൈസ് ഉണ്ടാവും, എത്ര എമൗണ്ട് ഉണ്ടാവും, 4800. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of money with Jack and John is 7:13 and that with John and Jonas is 7:11. If Jack has 6,300 then how much money does Jonas have? അപ്പോൾ എന്താ, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കഴിഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, ചെയ്തു നോക്കുക, എന്നിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ ആണോ ചെക്ക് ചെയ്യുക. ഓക്കെ ഫൈൻ. ഞാനിപ്പോൾ ഇതിവിടെ ചെയ്യാം. ജാക്ക് ആൻഡ് ജോൺ അല്ലേ, അവരുടേത് 7:13 ആണ് തന്നിട്ടുണ്ട്. ജോൺ ആൻഡ് ജോനാസ് എത്രയാണ്, 9:11 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു റേഷ്യോ ഇക്വേറ്റ് ചെയ്യാൻ ഒരേ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരുന്നു ചെയ്തത്, സെയിം രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ×9 കൊടുത്തു, ഇവിടെ ×9 കൊടുത്തു, ×13 കൊടുത്തു അല്ലേ. അപ്പോൾ എന്ത് വന്നു, എത്രയായി ഇത്, 63, 7 9s 63. ഇവിടെ എന്ത് വന്നു, 117 വന്നു. ഇവിടെ എന്ത് വന്നു, 3 4 143 വന്നു അല്ലേ, 143 വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജാക്ക് ഹാസ് ₹6300 ദെൻ ഹൗ മച്ച് മണി ഡസ് ജോനാസ് ഹാവ്. ജോനാസിന് എത്ര രൂപയാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 63 യൂണിറ്റ് ആണ് എന്ത്, 6300 അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് എന്താണ്, ഒരു യൂണിറ്റ് 100 ആണല്ലേ, ഒരു യൂണിറ്റ്
100 ആണ്. അപ്പോൾ നമുക്ക് ജോനാസിൻ്റെ അടുത്ത് എത്ര ഉണ്ടാവും? 143 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 14300. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഒരു ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു ഈസിയർ മെത്തേഡ് പറയാം, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്താണ്? 7:13 ആണ്, 9:11 ആണ്. ഇതെങ്ങനെ ചെയ്താൽ മതി? രണ്ട് ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 7 ഇൻറ്റു 9, 13 ഇൻറ്റു 9, 13 ഇൻറ്റു 11 ഈ ഒരു രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇട്ടാൽ മതി. ഓക്കെ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇടുക. ഇപ്പോൾ 7 9s 63, 13 9s 117, 13 11s 143. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് വരും. ക്ലിയർ ആണല്ലോ? ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, seats for engineering, management and science in a university are in the ratio of 7:8:9. There is a proposal to increase these seats by 20%, 30% and 60% respectively. What will be the ratio of the increased seats? ഓക്കെ, ഇത് പെർസെൻറ്റേജുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ? അത് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ. പെർസെൻറ്റേജ് കാണാത്തവർ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഫൈൻ. ഇനി എന്താണ് എൻജിനീയറിംഗ്, മാനേജ്മെൻറ്റ് ആൻഡ് സയൻസ് എന്ന യൂണിവേഴ്സിറ്റി ഏത് രീതിയിലാണ്? 7:8:9 എന്നുള്ള റേഷ്യോയിലാണ് ഉള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? 20% ഇൻക്രീസ് ചെയ്തു, 30% ഇൻക്രീസ് ചെയ്തു, 60% ഇൻക്രീസ് ചെയ്തു റെസ്പെക്റ്റീവ്ലി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് 7 ഇൻറ്റു ഏത് രീതിയിലാണ് 20% ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 20% ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചു അല്ലേ? 1/5. അപ്പോൾ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1/5, 5ൻ്റെ മുകളിൽ ഒന്നുകൂടി 6/5 എന്നുള്ള ഫ്രാക്ഷനിലേക്ക് എത്തി അല്ലേ? അപ്പോൾ 7 ഇൻറ്റു 6/5. ഇനി 30% ഇൻക്രീസ് ചെയ്യുക. 10% എന്താണ്? 1/10 അല്ലേ? 30 എന്ന് പറയുമ്പോൾ ഇൻറ്റു 3 അല്ലേ? അപ്പോൾ 3/10 ആയി. ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 13/10 ആയി മാറി അല്ലേ? അപ്പോൾ 8 ഇൻറ്റു 13/10. അതുപോലെ നോക്കുകയാണെങ്കിൽ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇൻറ്റു 60% എത്രയാണ്? 3/5 ആണ്. അപ്പോൾ എന്ത് വരും? 8/5 വരും 60% എന്ന് പറയുന്നത്, ഇൻറ്റു 8/5. ഇനി നമുക്ക് എന്ത് ചെയ്തൂടെ? എങ്ങനെയാണ് ക്യാൻസലൊക്കെ ചെയ്ത് ശരിയായ രീതിയിലേക്ക് എടുത്തൂടെ? എങ്ങനെയാണ്? 5 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ക്യാൻസൽ ചെയ്തു അല്ലേ? 4 വെച്ച് കട്ട് ചെയ്തു. ശേഷം നമുക്ക് 2 വെച്ചിട്ട് എല്ലായിടത്തും കട്ട് ചെയ്തൂടെ? 3, 2, 4. ഇതെന്ത് വന്നു? 21:26:9 4s 32. 9 4s 36 അല്ലേ? 9 4s 36. അപ്പോൾ എന്ത് വന്നു? 21, 26, 36 എന്നുള്ള രീതിയിലേക്ക് റേഷ്യോ മാറി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻ. ഓക്കെ, 1900 is divided among 4 boys, 5 girls and 6 women such that the shares of a boy, a girl and a woman are in the ratio 9:8:4. What is the share of a girl എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ആ റേഷ്യോ ഉള്ളത്? ബോയ്, ഗേൾ ആൻഡ് വുമൺ എത്രയാണ് തന്നിരിക്കുന്നത്? 9:8:4. ഏത് രീതിയിലാണ്? 4 ബോയ്സും 5 ഗേൾസും 6 വുമണും ആണ് അല്ലേ? അപ്പോൾ ഇത് ബേസ് ഒരു ബോയ്, ഒരു ഗേൾ, ഒരു വുമൺ എന്നുള്ള രീതിയിലാണുള്ളത്. നമ്മളിത് 4 ബോയ്സ് 5 ഗേൾസ് 6 വുമൺ എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 36 + 40 + 24 എത്ര വരും? 6 3 9 10 100 യൂണിറ്റാണ് ഈ 1900 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണ്? 19 ആയിട്ട് വന്നു. ശേഷം വാട്ട് ഇസ് ദ ഷെയർ ഓഫ് എ ഗേൾ? ഗേൾ എന്ന് പറയുമ്പം 40, അതായത് 5 ഗേൾസ് ആണ് 40 × 19 വന്നിരിക്കുന്നത് അല്ലേ?
അപ്പോൾ നമ്മൾ 5 8s ആണ് 40 അല്ലേ? അപ്പോൾ ഒരു ഗേളിൻ്റെ എന്താവും 8 × 19 ഇസ് ഈക്വൽ ടു 152 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇവിടെയാണ് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസിൻ്റെ വരിക. എന്തുകൊണ്ടാണ് ഞാൻ 5 ഗേളാണ് 40 × 19 എഴുതിയിരിക്കുന്നത്? ജസ്റ്റ് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണോ ഡിവൈഡ് ചെയ്തത് ആ രീതിയിലേക്കാണ് നമ്മൾ 36 40 ആൻഡ് 24 എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത്. അതായത് 5 ഗേൾസിനാണ് ഈ 40 യൂണിറ്റ്, 5 ഗേൾസിനാണ് ഈ 40 യൂണിറ്റ്. അപ്പോൾ ഒരു ഗേളിന് എന്തായിരിക്കും 40 × 19, അവിടെ 5 ഗേൾസ് 40 × 19 ഈക്വൽ ആണെങ്കിൽ ഒരു ഗേളിന് അതായത് കട്ട് ചെയ്തിട്ട് 8 × 19 എന്ന് വരും, 152 വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ABC are 3 batsmen of a cricket team. Given is the ratio of the runs scored by them in a certain match. A is to B is equal to 6 is to 7 and B is to C is equal to 5 is to 6. At the end of the match, A, B, C together scored 856 runs. The number of runs scored by B is. Okay. ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഇത് റേഷ്യോ കമ്പൈൻ ചെയ്യാൻ പോവാണ് അല്ലേ? A is to B, B is to C. എന്താണ് കോമൺ? B ആണ് കോമൺ അല്ലേ? അപ്പോൾ നമ്മൾ A, B എന്താണ് 6 is to 7, B is to C, 5 is to 6. നമ്മൾ നേരത്തെ പറഞ്ഞു തന്ന മെത്തേഡിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ജസ്റ്റ് ഈ ഒരു രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അതിൻ്റെ ബേസിക് ആണ് ഞാൻ പറഞ്ഞത്. × 5 × 5 × 7 × 7 അല്ലേ? ജസ്റ്റ് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ? 6 5s 30, 7 5s 35, 7 6 42 അല്ലേ? ഈ മൂന്ന് പേരും കൂടെ സ്കോർ ചെയ്തതാണ് 856 റൺസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സമ്മല്ലേ 856 റൺസിന് ഈക്വലായിട്ട് വരുന്നത് അല്ലേ? 30 + 35 + 42 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 107 യൂണിറ്റ്. 107 യൂണിറ്റ് ആണ് എന്ത് വന്നിരിക്കുന്നത്? 856 വന്നിരിക്കുന്നത് അല്ലേ? 107 × 8 അല്ലടാ 856. 107 × 8 അല്ലേ? അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഒരു യൂണിറ്റ് എന്താണ്? 8 ആണ് അല്ലേ? ഒരു യൂണിറ്റ് 8 ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചു ദ നമ്പർ ഓഫ് റൺസ് സ്കോർഡ് ബൈ ബി. ബി എത്രയാണ് സ്കോർ ചെയ്യുക? അപ്പോൾ എന്താണ്? 35 × 8 ചെയ്താൽ മതി അല്ലേ? 280 വരും. 280 ആണ് നമ്മുടെ ആൻസർ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 280 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. Find 3 numbers in the ratio of 6 is to 4 is to 10 such that the sum of their squares is equal to 3800. ഇതിൽ നിന്ന് എന്താണ് ഒരു വ്യത്യാസം വരുന്നത്? സം ഓഫ് ദെയർ സ്ക്വയേഴ്സ് ഇസ് ഈക്വൽ ടു 3800 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഇതിൻ്റെ സം പ്ലെയിൻ ആയിട്ടുള്ള സം 3800 എന്നല്ല തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? 6 + 4 + 10 യൂണിറ്റ് ആണ് 3800 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ABC 3 നമ്പർ 6 4 10 ഈ 3 നമ്പറും എന്തായിട്ട് എടുത്തു? 6x 4x 10x അല്ലേ? ഇനി ഈ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സം ആണ് എന്ത്? 3800 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്ക്വയർ എടുക്കണ്ടേ അല്ലേ? അപ്പോൾ 36 അല്ലേ? 36x² പ്ലസ് എന്ത് വരും? 16x² പ്ലസ് 100 എന്ന് വരും. 100x² എന്ത് വരും? അപ്പോൾ 36 + 16 എന്ത് വരും? 42 അല്ലേ? 52 വരും. 52 വന്നു കഴിഞ്ഞാൽ 152 100 കൂടെ ചേരുമ്പോൾ 152x² ആണ് എന്ത്? ഈ 3800 എന്ന് പറയുന്നത് അല്ലേ? 152x² ആണ് 3800 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 19 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിലോ ഇത് 200 വരും അല്ലേ? ഇനി
8 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 25 വരും അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി x² is equal to 25 അല്ലേ. അപ്പോൾ എക്സ് എന്ത് വന്നു ഇസ് ഈക്വൽ ടു 5 എന്ന് വന്നു. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് 3 നമ്പേഴ്സ്. ഈ 3 ആളെയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സ് 5 ആണെങ്കിൽ ഈ 3 നമ്പേഴ്സ് എന്തായിരിക്കും? 6 ഇൻറ്റു എക്സ്, അതായത് 6 5 30 വരും ആദ്യത്തെ നമ്പർ. 4 ഇൻറ്റു എക്സ്, 4 5 20 വരും. 10 ഇൻറ്റു 5 50 വരും. അപ്പോൾ 30 20 50 ഏതാണ് ഓപ്ഷൻ? 4th ഓപ്ഷൻ. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദ റേഷ്യോ ഓഫ് ദ സാലറീസ് ഓഫ് എ ആൻഡ് ബി ഇസ് 4:5 and the ratio of their expenditures is 5:6. If both save 200 and 300 respectively, then what is the salary of A? ഓക്കെ, ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്, അതാണ് ഈ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫൈൻ, ആദ്യം നമുക്ക് ജസ്റ്റ് ട്രഡീഷണൽ രീതിയിലൊന്ന് പോയി നോക്കാം. ശേഷം അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും GD പോലുള്ള എക്സാമുകൾക്ക് നമുക്ക് സമയം കിട്ടും. എന്നിരുന്നാലും നിങ്ങൾ കുറച്ചുകൂടെ സിമ്പിൾ, അതായത് കുറച്ച് സമയം കുറച്ച് കൺസ്യൂം ചെയ്യുന്ന മെത്തേഡ് എപ്പോഴും ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ രണ്ടും കേൾക്കുക, എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ദ സാലറി ഓഫ് എ ആൻഡ് ബി. എ ബി ഇൻകം എത്രയാണ്? 4:5 എന്നുള്ള റേഷ്യോയിലാണുള്ളത്. എക്സ്പെൻഡിച്ചർ ഏത് റേഷ്യോയിലാണുള്ളത്? 5:6 എന്നുള്ള റേഷ്യോയിലാണുള്ളത്. ഇഫ് ബോത്ത് സേവ് 200 and 300 റെസ്പെക്റ്റീവ്ലി, ദെൻ വാട്ട് ഇസ് ദ സാലറി ഓഫ് എ? ഓക്കെ, എന്താണ് ഈ ഇൻകം എന്ന് പറയുന്നത്? ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് പ്ലസ് എക്സ്പെൻഡിച്ചർ ആണല്ലേ. സേവിങ്സ് പ്ലസ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ നമുക്ക് ഇൻകത്തിൻ്റെ റേഷ്യോ എന്ത് തന്നു? ഇൻകം നമ്മൾ 4x-ഉം 5x-ഉം ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 200-ഉം 300-ഉം സേവിങ്സ് ആണെന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇൻകം മൈനസ് സേവിങ്സ് ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ, ഈ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4x/5x അല്ലേ. എ എത്രയാണ് സേവ് ചെയ്യുന്നത്? 200 രൂപയാണ് അല്ലേ. 4x മൈനസ് 200 അല്ലേ. ബി എന്താണ് സേവ് ചെയ്യുന്നത്? 300 രൂപയാണ് സേവ് ചെയ്യുന്നത്. 5x മൈനസ് 300. അപ്പോൾ ഇതെന്തായി? ഇൻകം മൈനസ് സേവിങ്സ് ആയി അല്ലേ. ഇൻകം മൈനസ് സേവിങ്സ് എന്താണ്? എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും. എന്താണ് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ? 5:6 ആണ്. ഇനി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 24x മൈനസ് 1200 അല്ലേ. 1200 ഇസ് ഈക്വൽ ടു 25x മൈനസ് 1500 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 3000, അതായത് 1500 മൈനസ് 1200, അതായത് 300 ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. എക്സ് എന്തായിട്ട് കിട്ടി? 300 എന്ന് വന്നു. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സാലറി ഓഫ് എ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സാലറി ഇൻകം ഓഫ് എ എന്തായിരുന്നു? 4x ആയിരുന്നു അല്ലേ. 4 ഇൻറ്റു 300, അതായത് എന്താണ്? 1200 ആണ് ഇതിൻ്റെ ആൻസർ ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് വരിക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഫൈൻ. ഓക്കെ, ഇൻകം എ ബി, ഇൻകം എക്സ്പെൻഡിച്ചർ അല്ലേ. ഇൻകം എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. 4:5 തന്നു, 5:6 തന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതി. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ചെയ്യുക? ഇതിപ്പം ഇൻകം മൈനസ് സേവിങ്സ് ആണ് എക്സ്പെൻഡിച്ചർ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു 200 and 300, അതായത് ഇൻകം ഈ 4-ൽ നിന്നും 200 മൈനസ് ചെയ്താൽ ഈ 5-ലേക്ക് എത്തും എന്നുള്ള രീതിയിൽ എഴുതുക. 5-ൽ നിന്നും
300 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6ലേക്ക് എത്തും എന്നുള്ള രീതിയിൽ എഴുതാം. ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് എത്ര വന്നു? 24 and 25. ഇവരുടെ ഡിഫറൻസ് എന്താണ്? 1 യൂണിറ്റ് ആണ് അല്ലേ. 25ൻ്റെയും 4 6 24, 5 5 25. ഇവരുടെ ഡിഫറൻസ് 1 യൂണിറ്റ് ആണ് അല്ലേ. ഈ 1 യൂണിറ്റ് എന്തിന് ഈക്വൽ ആണ്? 5 into 3 300, 6 into 200. പക്ഷേ രണ്ടും മൈനസ് അല്ലേ, അപ്പോൾ നമുക്ക് ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് സൈൻ ഇടുക. ഓക്കെ, അപ്പോൾ ഇതെന്ത് വന്നു? 1500 മൈനസ് 1200 വന്നു. അപ്പോൾ 1 യൂണിറ്റ് 300 ആണെന്ന് വന്നു. 1 യൂണിറ്റ് 300 ആണെന്ന് വന്നു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെ സാലറിയാണ്. എയുടെ സാലറി എന്താണ്? ഇൻകം ഓഫ് എ എന്ന് പറഞ്ഞാൽ 4 into 3 1200 വരും. ഈ ഒരു ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇത് തന്നെ ഫോളോ ചെയ്യുക. ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. അതല്ല കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നതെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യാം. സമയമുണ്ട്, GDക്ക് വലിയൊരു ഇഷ്യൂ ഇല്ല. എന്നാലും കഴിയുന്നത് നിങ്ങൾ ഷോർട്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 numbers are in the ratio 2:3. If 7 is subtracted from each number, the new numbers are in the ratio 7:11. The smaller number is. രണ്ട് നമ്പേഴ്സ്, ഓക്കെ, രണ്ട് നമ്പേഴ്സ് 2:3 എന്നുള്ള റേഷ്യോയിലാണ് ഉള്ളത്. 7 സബ്സ്ട്രാക്ട് ചെയ്തു, ഓരോ നമ്പറിൽ നിന്നും 7 സബ്സ്ട്രാക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 numbers are in, then the new numbers are in the ratio 7:11 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? ആദ്യം ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? 2x-ഉം 3x-ഉം ആയിട്ട് എടുത്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 2 and 3 തന്നെ റിമെയിൻ ചെയ്ത് അങ്ങനെ തന്നെ രീതിയിൽ വെച്ചിട്ട് 2/3 എന്ത് ചെയ്തു? രണ്ടിൽ നിന്നും x ആയിട്ട് തന്നെ എടുക്കുക. 2x 3x ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ. 2x 3x ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 7 ഓരോന്നിൽ നിന്നും നമ്മൾ 7 സബ്സ്ട്രാക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. 2x - 7, അതായത് a എന്നുള്ള നമ്പർ 2x അല്ലേ, b എന്നുള്ള നമ്പർ 3x, ഇതിൽ നിന്നും രണ്ടിൽ നിന്നും 7 സബ്സ്ട്രാക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. ന്യൂ നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 7:11. അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്തതിന് ശേഷമുള്ള റേഷ്യോ ആണ് 7:11. ഓക്കെ, ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ? അപ്പോൾ 22x - 77 is equal to 21x - 49 എന്ന് വരും. അപ്പോൾ എന്ത് വന്നു? എക്സ് എന്ത് വന്നു? ഈ ഭാഗത്തേക്ക് എടുത്തപ്പോൾ എക്സ് എന്ത് വന്നു? 7749 അല്ലേ. എന്ത് വന്നു? 828. എക്സ് 28 ആയിട്ട് കിട്ടി. എക്സ് 28 ആയിട്ട് കിട്ടുമ്പോൾ ദ സ്മോളർ നമ്പർ ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 28 into 3 ആണ് ചോദിച്ചിട്ടുള്ളത്. സ്മോളർ നമ്പർ 28 into 2 അല്ലേ. ഏതാണ് സ്മോളർ? 2 ആണോ 3 ആണോ? 2 ആണ് സ്മോളർ അല്ലേ. 28 into 2 56 ആണ് നമ്മുടെ ആൻസർ വരിക. ഇത് അല്ലാതെ എങ്ങനെ ചെയ്യാം? ഓക്കെ, ഇനി ഒരു മെത്തേഡ് കൂടെ ഉണ്ട്, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് വരിക? AB 2:3 എന്നുള്ള റേഷ്യോയിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ദ ന്യൂ നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 7:11. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ജസ്റ്റ് നമ്മുടെ ഡിഫറൻസ് നിങ്ങൾ ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. 7-11ലേക്ക് 4 ഡിഫറൻസ്, 2ൽ നിന്നും 3ലേക്ക് 1 ഡിഫറൻസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 4 ഡിഫറൻസ് അല്ലേ, ആ 4 ഡിഫറൻസ് കൊണ്ട് നമ്മൾ ഈ ഒരു എനെയും ബിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇൻറ്റു 4 ഇൻറ്റു 4, 2 4s are 8, 3 4s are 12. ഇത് ഈ ഒരു രീതിയിൽ തന്നെ റിമെയിൻ ചെയ്യുന്നു 7:11. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവരുടെ വ്യത്യാസം എത്രയാണ്? 4 അല്ലേ. ഇവരുടെ വ്യത്യാസമോ 7:11, 4 തന്നെയായിട്ട് വരുന്നു. ഇതിൽ നിന്നും ഇതിലേക്ക് 1 യൂണിറ്റ് തന്നെയല്ലേ കുറയുന്നത്.
8 നിന്നും 7ആയി, 12 നിന്നും 11ആയി, അതായത് 1 യൂണിറ്റ് കുറയുന്നു അല്ലേ. ഈ ഒരു യൂണിറ്റ്, ഈ കുറയുന്ന ഈ ഒരു യൂണിറ്റാണ് എന്ത്? 7 യൂണിറ്റ്. 7 is subtracted from each number എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കുറഞ്ഞിട്ടുള്ള ഈ ഒരു യൂണിറ്റാണ് 7 എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ സ്മോളർ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സ്മോളർ നമ്പർ? 8 അല്ലേ സ്മോളർ നമ്പർ. 8 into 7 എന്ത് വരും? 8 into 7 is equal to 56 എന്ന് വരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. In 90 liters of a mixture of milk and water, the ratio of milk and water is 4:1. How much water should be added in the mixture so that the ratio of milk to water becomes 3:1? എന്താണ് ചോദ്യം? 90 ലിറ്റർ മിൽക്ക് ഉണ്ട് അല്ലേ. മിക്സ്ചർ ഓഫ് മിൽക്കും വാട്ടറും 90 ലിറ്റർ ഉണ്ട് അല്ലേ. അതിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ ആണ് 4:1 അല്ലേ. How much water should be added in the mixture so that the ratio of milk to water becomes 3:1? 3:1, 3:1 എന്നുള്ള രീതിയിലേക്ക് മാറണമെങ്കിൽ എത്ര വാട്ടർ ആഡ് ചെയ്യണം എന്നാണ് ചോദ്യം. അതായത് മിൽക്ക് അതേ രീതിയിൽ തന്നെ, എത്ര എമൗണ്ട് ആണോ മിൽക്ക് ആദ്യം ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ രണ്ടാമതും മിൽക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. അല്ലേ, അത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? നമ്മൾ വാട്ടർ മാത്രമല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ, മിൽക്ക് അതേ ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. എങ്ങനെയാണ്? മിൽക്ക് വാട്ടർ 4:1 തന്നു. ശേഷം അത് എത്രയോ എമൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ എമൗണ്ട് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3:1 എന്നുള്ള റേഷ്യോയിലാണ് നമുക്ക് വരേണ്ടത്. അതായത് മിൽക്ക് എത്രയാണോ ആദ്യം ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ആ ഒരു അഡീഷന് ശേഷവും അതേ രീതിയിൽ മിൽക്ക് മെയിൻറ്റെയിൻ ആവും. അതായത് നമുക്ക് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആക്കിയാൽ പോരെ അല്ലേ. മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആക്കിയാൽ പോരെ. അപ്പോൾ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ആദ്യത്തെ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യുന്നു? 12ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. രണ്ട് LCM എന്താണ്? 12 അല്ലേ. അപ്പം ഈ ഒരു മോളത്തെ റേഷ്യോ നമ്മൾ 12ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. താഴത്തെ റേഷ്യോ 12ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3 into 4 ചെയ്യണ്ടേ. അത് ചെയ്യുകയാണെങ്കിൽ അതേപോലെ ഇവിടെയും ചെയ്യണ്ടേ അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ എന്ത് വന്നു? മിൽക്ക് വാട്ടർ റേഷ്യോ എന്ത് വന്നു? 4 3s are 12, 1 3s are 3 വന്നു. രണ്ടാമതോ 3 4s are 12, 1 4s are 4 വന്നു. ഇപ്പം നിങ്ങൾ നോക്കിയേ, മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി ആദ്യം ഉണ്ടായിരുന്നതും രണ്ടാമതുണ്ടായിരുന്നതും ഒരേ രീതിയിലായി അല്ലേ. ആദ്യവും 12 യൂണിറ്റാണ്, ഇപ്പോഴും 12 യൂണിറ്റാണ്. ചേഞ്ച് വന്നിരിക്കുന്നത് വാട്ടറിൽ മാത്രമാണ് അല്ലേ. 1 യൂണിറ്റ് വാട്ടറാണ് കൂടിയിട്ടുള്ളത് അല്ലേ. 3ൽ നിന്നും വാട്ടർ 4 ആയി, അതായത് 1 യൂണിറ്റ് വാട്ടർ കൂടി അല്ലേ. അപ്പം നമ്മൾ നോക്കൂ, ഈ ഒരു 12 + 3, ഈ ഒരു 12 + 3 15 യൂണിറ്റ് അല്ലേ ഈ 90 എന്ന് പറയുന്നത്. 90 liters ഓഫ് മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്ന റേഷ്യോയുടെ അതായത് ടോട്ടലായിട്ടാണ് 90 ലിറ്റർ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1 യൂണിറ്റ് എന്ത് വന്നു? 1 യൂണിറ്റ് നമുക്ക് 6 വന്നു, 6 ലിറ്റേഴ്സ് വന്നു. അപ്പം നിങ്ങൾ നോക്കി, ഈ ചേഞ്ച് വരുന്നതും 1 യൂണിറ്റ് അല്ലേ. അപ്പോൾ ശരിക്കും എത്രയാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്തത്? 6 ലിറ്റേഴ്സ് അല്ലേ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക. കൺവെൻഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല സമയമെടുക്കും. ഈ ഒരു രീതി മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് തന്നെ ചെയ്യുക. മനസ്സിലായിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ വീഡിയോ ഒന്നുകൂടെ നോക്കുക, ഒന്നുകൂടെ റീപ്ലേ ചെയ്ത് നോക്കുക. നന്നായിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ മനസ്സിലാക്കി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In 65 liters of a mixture of kerosene and petrol, the ratio of kerosene to petrol is 3:2. In order to make this ratio 4:5, how many liters of petrol should be added to the given mixture? ഇത് നേരത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ. നേരത്തെ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്യുക, ജസ്റ്റ് ട്രൈ ചെയ്യുക, കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഞാനിതിവിടെ ചെയ്യാം. കെറോസിൻ ആൻഡ് പെട്രോളിന് കെറോസിൻ പെട്രോളും 3:2 ഉള്ളത് അല്ലേ. ഇൻ ഓർഡർ ടു മേക്ക് ദിസ് റേഷ്യോ 4:5, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ ഷുഡ് ബി ആഡഡ് ടു ദ ഗിവൺ മിക്സ്ചർ?
4:5 എത്തിക്കണമെങ്കിൽ 3:2 എന്നുള്ള റേഷ്യോയിൽ നിന്നും 4:5 എന്നുള്ള റേഷ്യോയിലേക്ക് എത്തിക്കണമെങ്കിൽ എത്ര ലിറ്റർ ഓഫ് പെട്രോൾ ആണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അതായത് അതിനർത്ഥം എന്താണ്? കെറോസിൻ ആദ്യത്തെ സമയത്തും രണ്ടാമത്തെ സമയത്തും ഒരേ രീതിയിൽ ഒരേ ക്വാണ്ടിറ്റിയിലാണ് നിൽക്കുന്നത് അല്ലേ? ആദ്യത്തെ സമയത്തും രണ്ടാമത്തെ സമയത്തും കെറോസിൻ ഒരേ ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, പെട്രോളിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഈ കെറോസിനെ നമ്മൾ ഒരേ ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റിയാൽ പോരെ? അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു നേരത്തെ ചെയ്തതുപോലെ ഈ കെറോസിനെ ഒരേ യൂണിറ്റിലേക്കാക്കാൻ ഇൻറ്റു LCM ആയിട്ടുള്ള 12 മാറ്റണം. ഇൻറ്റു 4 കൊടുത്താൽ മതി അല്ലേ? ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും ചെയ്യണം അല്ലേ? ഇൻറ്റു 3 കൊടുത്താൽ എന്ത് വരും? കെറോസിൻ ആൻഡ് പെട്രോൾ എത്ര വരും? 12, 8 വരും. ഇതെന്ത് വരും? 12, 15 വരും. ഇപ്പോൾ നമ്മൾ കെറോസിൻ്റെത് ആദ്യവും അവസാനവും രണ്ടും എന്തായി? സെയിം ആണല്ലേ? രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ എത്ര യൂണിറ്റ്, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ ഷുഡ് ബി ആഡഡ് ഇൻ ദ ഗിവൺ മിക്സ്ചർ? എത്ര യൂണിറ്റ് ആണ് ചേഞ്ച് വന്നിരിക്കുന്നത്? എത്ര യൂണിറ്റ് ആണ്? 7 യൂണിറ്റ് ആണ് ചേഞ്ച് അല്ലേ? ഓക്കെ, 7 യൂണിറ്റ് പെട്രോൾ ആഡ് ചെയ്താൽ മാത്രമേ 15ലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു 12 + 8 ഇതല്ലേടാ ഈ ഒരു തന്നിരിക്കുന്ന 65 ലിറ്റർ എന്ന് പറയുന്നത്? ഓക്കെ, ഈ 12 + 8 എന്ന് പറഞ്ഞാൽ 20 യൂണിറ്റ് ആണ് എന്ത്? 65 ലിറ്റർ. അതായത് പെട്രോൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ 65 ലിറ്റർ ആയിരുന്നു. അതാണ് നമ്മൾ ഈ കൂട്ടി എഴുതിയിരിക്കുന്നത്. 12 + 8 20 യൂണിറ്റ് 65 ലിറ്റർ അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 65/20 ആണ് അല്ലേ? ഒരു യൂണിറ്റ് 65/20 ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ മാറ്റം വന്നിരിക്കുന്ന 7 യൂണിറ്റ് വരെ നമ്മൾ ആഡ് ചെയ്തു എന്ന് പറഞ്ഞത്, ഈ 7 യൂണിറ്റ് എത്രയാണെന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ 65/20 × 7 ഇത്ര ചെയ്താൽ പോരെ? 5. ഇതെന്ത് വരും? 5 വെച്ച് കട്ട് ചെയ്യുമ്പം 13 വരും, 4 വരും. ഇതെത്ര വരും? 117/4 വരും. എത്ര വരും? 2 × 8 37 29 point something വരും. 29 ഇവിടെ ഉണ്ട്. 29.25 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നമ്മുടെ ഈ ഒരു LCMലേക്ക് കൺവേർട്ട് ചെയ്ത് കെറോസിൻ ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 numbers are in the ratio 3:8. If 8 is added to each number, then the ratio becomes 1:2. If 4 is subtracted from each number, then the ratio will become. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടാണിത് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ ഒരു ഷോർട്ട് മെത്തേഡിലാണ് ഞാനിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ്? തന്നിരിക്കുന്ന നമ്പേഴ്സ് 3:8 ആണ് അല്ലേ? 8 is added to each number, then the ratio becomes 1:2. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഇത് 1 യൂണിറ്റ് ആണ്, ഇത് 5 യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഡിഫറൻസ് സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 3:8 മെയിൻറ്റെയിൻ ആക്കി അത് തന്നെ വെച്ചു. ഇതെന്ത് ചെയ്തു? ഇൻറ്റു 5 കൊടുത്താൽ പോരെ? 5 10 അല്ലേ? ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇവർ തമ്മിലുള്ള വ്യത്യാസവും 5 ആണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസവും 5 ആണ് അല്ലേ? 3ൽ നിന്നും കുറഞ്ഞതും സെയിം അല്ലേ? 3ൽ നിന്നും 5ലേക്ക് 2 യൂണിറ്റ് കുറഞ്ഞു. 8ൽ നിന്നും 10ലേക്ക് 2 യൂണിറ്റ് കുറഞ്ഞു. ഈ കുറഞ്ഞ 2 യൂണിറ്റ് അല്ലേ ഈ 8 എന്ന് പറയുന്നത് അല്ലേ? ഈ 2 യൂണിറ്റ് അല്ലേടാ ഈ 8 എന്ന് പറയുന്നത്? സോറി, കുറയല്ല, കൂടുകയല്ലേ ചെയ്തത്. സോറി, ഇത് ഈ 3ൽ നിന്നും 5, 8ൽ നിന്നും 10 അല്ലേ? അപ്പോൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? സോറി. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ കൂടിയിട്ടുള്ള 2 യൂണിറ്റ് ആണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ 1 യൂണിറ്റ് എത്രയാണ്? 1 യൂണിറ്റ് 4 ആണ് അല്ലേ? 1 യൂണിറ്റ് 4 ആണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ നമ്പേഴ്സ് എന്തായിരിക്കും? 1 യൂണിറ്റ് 4 ആണെങ്കിൽ 3 യൂണിറ്റ് 12, 8 യൂണിറ്റ് 32 അല്ലേ? ഇഫ് 4 is subtracted from each number, അപ്പോൾ നമുക്ക് ഒറിജിനൽ ആയിട്ട് ഇതാണ് നമ്പർ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും 4 സബ്സ്ട്രാക്ട് ചെയ്താൽ ആ റേഷ്യോ എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് ഒറിജിനലായിട്ട് കിട്ടിയ നമ്പറിൽ നിന്നും നമ്മൾ 4 സബ്സ്ട്രാക്ട് ചെയ്ത് കൊടുത്തു. എത്ര വന്നു? 8
എത്ര വന്നു? 28 വന്നു അല്ലേ? അപ്പം നമ്മൾ 4 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2:7 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്ത് വന്നു? 2:7. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of milk and water in 2 containers of 20 liters and 36 liters are in the ratio 3:7 and 7:5 respectively. What will be the ratio of milk and water if the 2 containers are mixed together? 2 കണ്ടെയ്നർ ഉണ്ട് അല്ലേ? 3:7 റേഷ്യോയിലുള്ള ഒരു കണ്ടെയ്നറും 7:5 റേഷ്യോയിലുള്ള രണ്ടാമത്തെ കണ്ടെയ്നറും. ആദ്യത്തെ കണ്ടെയ്നറിൽ എത്ര ലിറ്റർ ഉണ്ട്? ഒറിജിനലി 20 ലിറ്റേഴ്സും രണ്ടാമത്തെ കണ്ടെയ്നറിൽ 36 ലിറ്റേഴ്സും ഉണ്ട് ഒറിജിനലി അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടെയ്നർ എ, രണ്ടാമത്തെ കണ്ടെയ്നർ ബി. അപ്പോൾ ശരിക്കും 3:7 റേഷ്യോയിൽ ആണ് ഈ 20 ലിറ്റേഴ്സ് ഉള്ളത് അല്ലേ? 3:7 റേഷ്യോയിലാണ് ഈ 20 ലിറ്റേഴ്സ് ഉള്ളത്. അതായത് ഈ 3 + 7 10 യൂണിറ്റ് അല്ലേടാ ഈ 20 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് എന്താണ്? ഒരു യൂണിറ്റ് 2 ആണ് അല്ലേ? 2 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഏടത് 3:7 ആയിരുന്നു റേഷ്യോ. അപ്പോൾ 3 × 2 × 2 അല്ലേ? ഒരു യൂണിറ്റ് 2 ആണെങ്കിൽ × 2 ചെയ്ത് കഴിഞ്ഞാൽ 6 and 14. ശരിക്കും എയിൽ മിൽക്ക് ആൻഡ് വാട്ടർ ഏത് രീതിയിലുള്ളത്? മിൽക്ക് 6ഉം വാട്ടർ 14 ലിറ്റേഴ്സും ആണ് ഉള്ളത്. അതേപോലെ ബി ചെയ്താലോ? 7:5. അതാ 7:5 ആണേ, സോറി 7:5. അതായത് ടോട്ടൽ 12 യൂണിറ്റ് ആണ് എന്ത്? 36 എന്ന് പറയുന്നത്. 12 യൂണിറ്റ് ആണ് ഈ 36 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് എന്താണ്? 3 ആണ് അല്ലേ? 12 × 3 36. ഒരു യൂണിറ്റ് 3 ആണ്. അങ്ങനെ വരുമ്പോൾ ശരിക്കും ബിയിൽ എങ്ങനെയാണ് മിൽക്ക് ആൻഡ് വാട്ടർ ഉള്ളത്? ഏത് രീതിയിലുള്ളത്? 7 3s are 21, 5 3s are 50. ഈ ഒരു രീതിയിലാണ് മിൽക്ക് ആൻഡ് വാട്ടർ ബിയിൽ ഉള്ളത് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ മിക്സ് ചെയ്തു. ഈ രണ്ട് കണ്ടെയ്നേഴ്സ് ഉള്ളത് ഒന്നിച്ച് ഒരു കണ്ടെയ്നറിലേക്കാക്കി മിക്സ് ചെയ്തു. അപ്പോൾ ഉള്ള മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം ഒറിജിനലി മിൽക്ക് എന്താണുള്ളത്? 2 മിൽക്കും കൂടെ ചേരുമ്പോൾ 27 അല്ലേ? 27 ലിറ്റേഴ്സ് മിൽക്കായി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലേ? വാട്ടർ എത്രയായി? 14ഉം 15ഉം എത്ര വന്നു? 29 വന്നു. 27:29 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ജസ്റ്റ് ശരിക്കും എത്ര ലിറ്റേഴ്സ് ഉണ്ട് രണ്ടിലും എന്ന് നമ്മൾ മിൽക്ക് ആൻഡ് വാട്ടർ രണ്ടിൽ ശരിക്കും എത്ര ലിറ്റേഴ്സ് ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. അത് ജസ്റ്റ് ആഡ് ചെയ്തു. ആ റേഷ്യോയിലായിരിക്കും മിക്സ് ആക്കിയിട്ടുള്ള കണ്ടെയ്നറിൽ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Ratio of copper and gold in first and second alloy are 3:4 and 2:5 respectively. 14 kg of the first alloy is mixed with 21 kg of the second alloy. Find the ratio of copper and gold respectively in the new mixture. Okay, ഇത് നേരത്തെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ജസ്റ്റ് 3:4 റേഷ്യോയിലാണ് ആദ്യത്തെ അലോയിലുള്ളത്. രണ്ടാമത്തേൽ 2:5 ആണ് എന്തുള്ളത്? കോപ്പർ ആൻഡ് ഗോൾഡ് ഉള്ളത്. അപ്പം ആദ്യത്തെ അലോയ്, രണ്ടാമത്തെ അലോയ് 3:4 കോപ്പർ ആൻഡ് ഗോൾഡ്. കോപ്പർ ആൻഡ് ഗോൾഡ് എത്രയാണ്? 2:7. ഓക്കെ, ഈ ഒരു 2:7 അല്ല കേട്ടോ, 2:5 എന്നുള്ള 2:5 എന്നുള്ള റേഷ്യോയിലാണുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ടോട്ടലായിട്ടുള്ള 7 യൂണിറ്റ് അല്ലേടാ ഈ ഒരു 14 എന്ന് പറയുന്നത്. ഈ ഒരു 14 എന്താണ്? ഈ 7 യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്താണെടാ വരിക? 2 അല്ലേ വരിക? അപ്പോൾ നമുക്ക് ഒറിജിനലി കോപ്പർ ആൻഡ് ഗോൾഡ് എന്താ വരിക? × 2 6ഉം × 2 8ഉം അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, 2 and 7 യൂണിറ്റ് ടോട്ടലായിട്ടുള്ള 7 യൂണിറ്റ് ആണ് എന്ത് വന്നിരിക്കുന്നത്? 21 അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റ് എന്താണ്? ഒരു യൂണിറ്റ് 3 ആണ്. അപ്പോൾ നമുക്ക് ഒറിജിനലി കോപ്പർ ആൻഡ് ഗോൾഡ് എത്രയിലാണ് ഉണ്ടാവുക? 6ഉം 15ഉം അല്ലേ?
ഇഫ് ദ ന്യൂ, അപ്പോൾ രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് കോപ്പറിൻ്റെയും ഗോൾഡിൻ്റെയും റേഷ്യോ? കോപ്പർ എത്രയാ? 6ഉം 12 ഇസ്റ്റു ഗോൾഡ് 8ഉം 15ഉം 23 അല്ലേ. 12:23 അല്ലേ വരിക ആൻസർ. നോക്കിയേ നിങ്ങൾ. ഫൈൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 containers with equal capacity have milk and water in the ratio 3:4 and 3:1 respectively. If both the containers are emptied into a bigger container having the capacity to contain the whole mixture, then what is the ratio of milk to water in the bigger container? എന്താണ് ചോദ്യം? 2 കണ്ടെയ്നർ ഉണ്ട്. എന്താണ് ഇവിടുത്തെ കീ പോയിന്റ്? ഈക്വൽ കപ്പാസിറ്റി. 2 കണ്ടെയ്നർ ഉണ്ട്, ഈക്വൽ കപ്പാസിറ്റി ഉള്ള 2 കണ്ടെയ്നറിൽ മിൽക്ക് ആൻഡ് വാട്ടർ റേഷ്യോ 3:4ഉം 3:1ഉം ആണ് ഉള്ളത്. മിൽക്ക് ആൻഡ് വാട്ടർ 3:4ഉം 3:1 റേഷ്യോയിലും ആണ് ഉള്ളത്. ഈക്വൽ കപ്പാസിറ്റി ആണ് അല്ലേ. ഈക്വൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 3:4 3:1 അതിൻ്റെ LCMത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലേ. അപ്പോഴല്ലേ ഈക്വൽ ആവുള്ളൂ. ഇതിപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇസ് ഈക്വൽ ടു 7 യൂണിറ്റും ഇസ് ഈക്വൽ ടു 4 യൂണിറ്റുമാണ്. ഇതിപ്പോൾ ഈക്വൽ അല്ല അല്ലേ, ടോട്ടലായിട്ട് ഈക്വൽ അല്ല. അപ്പോൾ നമുക്കത് ഈക്വൽ ആക്കണം. ക്വസ്റ്റ്യനിൽ ഈക്വൽ കപ്പാസിറ്റി ആണെന്ന് പറഞ്ഞതുകൊണ്ട് അല്ലേ. ഈക്വൽ ആക്കണമെങ്കിൽ 74ൻ്റെ LCM എന്തായിട്ട് വരും? 28 അല്ലേ. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 7 4s അല്ലേ 28, 7 × 4s ആണ് 28. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 × 4 ചെയ്തു, 4 × 4 ചെയ്തു. ഇപ്പോൾ എന്ത് വന്നു? 12 and 16 വന്നു അല്ലേ. ഇനി ഇത് 28ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 4 × 7 കൊടുക്കണം അല്ലേ. അതായത് 3 × 7 1 × 7 3 7s 21 7. ഇപ്പം നിങ്ങൾ നോക്കിയേ, രണ്ടും ഒരേ ഈക്വൽ കപ്പാസിറ്റിയിലല്ലേ ഉള്ളത്, ഈക്വൽ എമൗണ്ട് അല്ലേ രണ്ടിലുള്ളത്. 12 + 16 28, 21 + 7 28. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്തു അല്ലേ. ഇനി ബിഗർ ബോത്ത് ദ കണ്ടെയ്നേഴ്സ് ആർ എംപ്റ്റീഡ് ഇൻടു എ ബിഗർ കണ്ടെയ്നർ. ഈ ഒരു രീതിയിലാണ് ഉള്ളത് അല്ലേ. ഇത് രണ്ടും കൂടെ നമ്മളൊരു ബിഗർ കണ്ടെയ്നറിലേക്ക് മാറ്റിയ സമയത്ത് മിൽക്ക് ടു വാട്ടറിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മിൽക്ക് എത്രയാണ്? 12 അല്ലേ. 12 + 21 = 16 + 7 വരും അല്ലേ. അപ്പോൾ എന്ത് വരും? 33:23 വരും അല്ലേ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏത് രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്തത്, ഏത് രീതിയിലാണ് കൺവേർട്ട് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫൈൻ. The ratio of alcohol to water in 3 types of drugs of equal quantities 2:5, 5:9 and 8:13 respectively. Equal quantity of all the 3 drugs is mixed. Find the ratio of alcohol to water after mixing. ഓക്കെ, നേരത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ സെയിം ടൈപ്പ് ആണ് അല്ലേ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഈക്വൽ ക്വാണ്ടിറ്റി ആകുമ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ആ ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ ഓരോരോ കണ്ടെയ്നർ അല്ലെങ്കിൽ ആ റേഷ്യോനെ കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? 3 ടൈപ്പ് ഓഫ് ഡ്രഗിനെ ആക്കി എടുത്തു. ആൽക്കഹോൾ ആൻഡ് വാട്ടർ അല്ലേ. ആൽക്കഹോൾ വാട്ടർ ഏത് റേഷ്യോ അല്ല? 2:5, 5:9, 8:13. ഓക്കെ, ഇത് നിങ്ങൾ നോക്കൂ. ടോട്ടൽ എത്രയാണുള്ളത്? 7 ആണല്ലേ. 7 അല്ലേ ടോട്ടൽ. ഇത് എത്രയാണ് ടോട്ടൽ ഉള്ളത്? 5:9, 24 ആണുള്ളത് അല്ലേ. സോറി, ഇതെത്രയുള്ളത്? 5:9, അതായത് 14 ആണുള്ളത്. ഇതെത്രയുള്ളത്? 21 ആണുള്ളത് അല്ലേ. ടോട്ടലായിട്ട് 7, 14, 21 ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 7, 14, 21 ഈ ഒരു രീതിയിലുള്ളവരെല്ലാവരും ഈക്വൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റണം. ഈക്വൽ ക്വാണ്ടിറ്റി അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? 7, 14, 21ൻ്റെ LCM എന്താ വരിക? 42 ആണല്ലേ. 42 ആണ് LCM വരിക. അപ്പോൾ 7 × എത്രയാണ് 42?
7 ഇൻറ്റു 6 ആണ് 42 അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, റേഷ്യോനെ നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ഇൻറ്റു 6 കൊടുത്തു. 12 2 6 are 12, 5 6 are 30. ഇവിടെ എന്ത് വന്നു? ഓക്കെ, ഇവിടെ എന്ത് വന്നു? 14 അല്ലേ ഇവിടെ. 14 ഇൻറ്റു എത്രയാണ് 42? 14 ഇൻറ്റു 3 ആണ് 42. അതായത് 5 ഇൻറ്റു 3 9 ഇൻറ്റു 3. അതായത് 5 3s are 15 ആൻഡ് 9 3s are 27 വന്നു. ഇനി ഇവിടെ 21 ഇൻറ്റു 2 അല്ലേ 42. അപ്പം 8 ഇൻറ്റു 2 16 is to 13 ഇൻറ്റു 2 26 വന്നു. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര? 42 വന്നു. ഇതും 42 ആണ്, ഇതും 42 ആണ് ടോട്ടലായിട്ട് വരിക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈക്വൽ ക്വാണ്ടിറ്റി ആക്കി നമ്മൾ ഇത് മൂന്നിനെയും മാറ്റി അല്ലേ. എന്നിട്ട് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ആൽക്കഹോൾ ടു വാട്ടർ ആഫ്റ്റർ മിക്സിങ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? കൺഫ്യൂഷനുള്ള സ്റ്റെപ്സ് ഒന്നുമില്ല അല്ലേ. ജസ്റ്റ് ആൽക്കഹോൾ എത്രയാ? ആൽക്കഹോൾ 3 ആഡ് ചെയ്യുക, വാട്ടർ 3 ആഡ് ചെയ്യുക. എത്ര വരിക? 12 15 16 13 അല്ലേ. 1 ഇപ്പം എത്ര വരും? 43 അല്ലേ. 43. ആദ്യത്തെ രണ്ടാമത്തത് ആഡ് ചെയ്യണോ? ജസ്റ്റ് ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് നമ്മൾ ആദ്യത്തെ തന്നെ കണ്ടുപിടിച്ചാൽ തന്നെ ജസ്റ്റ് ഓപ്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 43:83. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The ratio between the fourth proportional of 7, 5 and 3 to the third proportional of 7 and 13 is. Okay. എന്താണ് ഈ ഫോർത്ത് പ്രപ്പോർഷണൽ, തേർഡ് പ്രപ്പോർഷണൽ ഒക്കെ എന്താണ് അല്ലേ? നമുക്ക് ജസ്റ്റ് നോക്കാം. എന്താണ് ഈ ഫസ്റ്റ് പ്രപ്പോർഷൻ, സെക്കൻഡ് പ്രപ്പോർഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രപ്പോർഷൻ, മീൻ പ്രപ്പോർഷൻ, തേർഡ് പ്രപ്പോർഷൻ, ഫോർത്ത് പ്രപ്പോർഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ഫസ്റ്റ് പ്രപ്പോർഷൻ? ജസ്റ്റ് എക്സ് പി ക്യു ആർ ഇവർ പ്രപ്പോർഷനിൽ ആണ് എന്ന് നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രപ്പോർഷൻ. അപ്പോൾ ഈ എക്സ് ആണ് നമ്മൾ ഫസ്റ്റ് പ്രപ്പോർഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവർ 4 പേരും എന്താണ്? പ്രപ്പോർഷനിൽ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? എക്സ് ബൈ പി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ഈ പ്രപ്പോർഷൻ? ഇക്വാലിറ്റി ഓഫ് റേഷ്യോ ആണ് പ്രപ്പോർഷൻ അല്ലേ. അപ്പോൾ എന്ത് വന്നു? എക്സ് ബൈ പി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളോട് ചോദിച്ചു എക്സ് ഫസ്റ്റ് പ്രപ്പോർഷൻ ആണെങ്കിൽ നമ്മൾ ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാകുമ്പം എക്സ് എന്ത് വന്നു? ഇസ് ഈക്വൽ ടു ക്യൂ പി ബൈ ആർ എന്ന് വന്നു. ഓക്കെ, ഫൈൻ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് പ്രപ്പോർഷൻ എടുക്കുക. പക്ഷേ നമ്മൾക്ക് ഈ ഒരു SSCയുടെ ഇതിൽ നമുക്ക് ഫസ്റ്റ് പ്രപ്പോർഷൻ അങ്ങനെ ചോദിക്കാറില്ല. കൂടുതലായിട്ട് ചോദിക്കുന്നത് മീൻ പ്രപ്പോർഷൻ, അതുപോലെ തേർഡ് പ്രപ്പോർഷൻ, ഫോർത്ത് പ്രപ്പോർഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ തേർഡ് പ്രപ്പോർഷൻ എന്ന് പഠിക്കാം. എന്താണ് ഈ തേർഡ് പ്രപ്പോർഷൻ? തേർഡ് പ്രപ്പോർഷൻ എന്താണ് ഈ തേർഡ് പ്രപ്പോർഷൻ? നമുക്ക് തന്നു രണ്ട് നമ്പേഴ്സ് തന്നു, പി ക്യു. ഇതിൻ്റെ തേർഡ് പ്രപ്പോർഷൻ കണ്ടെത്താൻ പറഞ്ഞാൽ മൂന്നാമതായിട്ട് നമ്മൾ തേർഡ് പ്രപ്പോർഷൻ എടുത്തു, എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ എന്ത് രീതിയിൽ വരും? ഇത് പി ബൈ ക്യു എന്നുള്ളത് എങ്ങനെ വരും? ക്യൂ ബൈ എക്സിന് ഈക്വലാണ് എന്ത് വരും? എന്താണ്? പി ബൈ ക്യു എന്നുള്ളത് ക്യൂ ബൈ എക്സിന് ഈക്വലാണ് എന്ന് വരും. ഇതാണ് ഈ തേർഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ എക്സ് എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ പി എന്ന് വരും. എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ പി എന്ന് വരും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വയ്ക്കാം. ഇനി ഫോർത്ത് പ്രപ്പോർഷൻ എന്താണ്? ഈ ഫോർത്ത് പ്രപ്പോർഷൻ എന്താണ്? ജസ്റ്റ് പി 3 നമ്പേഴ്സ് നമുക്ക് തരും, അതിൻ്റെ ഫോർത്ത് പ്രപ്പോർഷൻ ആണെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് പി ക്യു ആർ ആയിട്ട് നമ്മൾ ഈ 3 നമ്പേഴ്സിനെ എടുത്താൽ ഫോർത്ത് പ്രപ്പോർഷൻ എക്സ് ആയിട്ടും എടുത്താൽ ഈ എക്സിനെയാണ് നമ്മൾ ഈ ഫോർത്ത് പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഇതെന്താ? ഏത് രീതിയിൽ നമുക്ക് പ്രപ്പോർഷൻ ആണെങ്കിൽ എഴുതാം? പി ബൈ ക്യു ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ് എന്ന് വരും അല്ലേ. പി ബൈ ക്യു ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ് എന്ന് വരും.
അപ്പം നമുക്ക് എക്സ് അല്ലേടാ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എക്സ് എന്ത് വന്നു? എക്സ് ഇസ് ഈക്വൽ ടു ക്യു ആർ ബൈ പി എന്ന് വന്നു. എക്സ് ഇസ് ഈക്വൽ ടു ക്യു ആർ ബൈ പി എന്ന് വന്നു. ഓക്കെ, ഇത് രണ്ട് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻ പ്രപ്പോർഷൻ. എന്താണ് ഈ മീൻ പ്രപ്പോർഷൻ? ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഈ മീൻ പ്രപ്പോർഷൻ? പി ആൻഡ് ക്യൂ, ഇതിന് നടുവിലായിട്ട് നമ്മൾ എക്സ് എടുക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? പി ബൈ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ബൈ ക്യൂ വരും അല്ലേ? പി ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ ക്യൂ വരും. അപ്പോൾ നമുക്ക് എന്താ എക്സ് അല്ലേ ശരിക്കും കണ്ടുപിടിക്കണ്ടേ? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ക്യൂ എന്ന് വരും അല്ലേ? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ക്യൂ എന്ന് വരും. അപ്പം എക്സ് എന്ത് വരും? റൂട്ട് ഓഫ് പി ക്യൂ എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്മളോട് ചോദിക്കുന്ന SSC ചോദിക്കുന്ന 3 പ്രപ്പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഫൈൻ. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Ratio between fourth proportion of 7, 5 and 3 to the third proportional of 7 and 13 is. എന്താണ് ഈ ഫോർത്ത് പ്രപ്പോർഷൻ? നമ്മൾ പഠിച്ചു 7, 5 and 3 അതിൻ്റെ ഫോർത്ത് പ്രപ്പോർഷൻ. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം എന്താണ്? 7/5 is equal to 3/x എന്ന് വരും അല്ലേ? അപ്പം എന്ത് വന്നു? x is equal to 15/7 എന്ന് വന്നു. ഓക്കെ, ജസ്റ്റ് ഇത് നമുക്ക് കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ടു ദ തേർഡ് പ്രപ്പോർഷൻ ഓഫ് 7 and 13. 7ൻ്റെയും 13ൻ്റെയും തേർഡ് പ്രപ്പോർഷൻ, ഇതിപ്പം നമുക്ക് y ആയിട്ട് എടുക്കാം. തേർഡ് പ്രപ്പോർഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ y എന്താണ്? 7/13 is equal to 13/y എന്ന് വന്നു. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? y is equal to എന്ത് വന്നു? 169/7 വന്നു. അപ്പം നമുക്ക് എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ഫോർത്ത് പ്രപ്പോർഷണലിൻ്റെയും തേർഡ് പ്രപ്പോർഷണലിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോർത്ത് പ്രപ്പോർഷൻ നമ്മൾ എക്സ് ആയിട്ടും തേർഡ് പ്രപ്പോർഷൻ നമ്മൾ വൈ ആയിട്ടും എടുത്തു അല്ലേ? അപ്പോൾ എക്സ് ഇസ് ടു വൈ അല്ലേ ചോദിച്ചിരിക്കുന്നതാ? എക്സ് ഇസ് ടു വൈ അല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ എന്താണ്? 15/7 is to 169/7. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 15 is to 169 എന്ന് വന്നു. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. There are 50 students in a class. If the ratio of the number of boys to the girls is 16:9, then what is the mean proportional between the number of boys and girls in the സ്കൂൾ അല്ലേ? മീൻ പ്രപ്പോർഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? 50 സ്റ്റുഡൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ തന്നിരിക്കുന്നത് 16:9 ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ ഈ 25 യൂണിറ്റ് അല്ലേടാ ഈ 50 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇൻറ്റു 2 അല്ലേ 50. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 16 × 2 32, അതുപോലെ 9 × 2 എന്ത് വരും? 18 വന്നു അല്ലേ? 32 18 വന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മീൻ പ്രപ്പോർഷൻ ബിറ്റ്വീൻ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ സ്കൂൾ. എന്താണ് ഈ മീൻ പ്രപ്പോർഷൻ? നമ്മൾ പഠിച്ചു റൂട്ട് ഓഫ് പി ക്യൂ എന്ന് പഠിച്ചു. അതെങ്ങനെയാണ് വന്നതെന്നും നമ്മൾ പഠിച്ചു അല്ലേ? റൂട്ട് ഓഫ് പി ക്യൂ എന്ന് പറയുമ്പോൾ 32 × 18, റൂട്ട് ഓഫ് 32 × 18 എന്ന് പറയുമ്പോൾ എന്ത് വരും? 32 × 18 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 8 × 4 × 2 × 9 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് ഇതെങ്ങനെ വന്നു? അപ്പോൾ നമുക്ക് 2 × 4 × 3 എന്ന് വന്നു അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 2 4 8 3 24 എന്ന് വന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഇത് രീതിയിൽ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി?
റൂട്ട് ഓഫ് ഡയറക്റ്റ് ഇതെടുക്കുക, റൂട്ട് ഓഫ് 16 ഇൻറ്റു 9, അതായത് 4 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 12 അല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലായി 25 ഇൻറ്റു 2 ആണ് 50 അല്ലേ. അപ്പോൾ നമുക്ക് 12 ഇൻറ്റു 2 എടുത്താൽ പോരെ, ഇസ് ഈക്വൽ ടു 24 എന്ന് എടുത്താൽ പോരെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ചെയ്തേ ഉള്ളൂ. നിങ്ങളെപ്പോഴും ഷോർട്ടായിട്ടുള്ള മെത്തേഡ് വെച്ച് ഫോളോ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. The ratio of the third proportion to x and y and fourth proportion to x, y and z is 7:22. Then the ratio of z is to y എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് പ്രൊപ്പോർഷൻ ടു എക്സ് ആൻഡ് വൈ അല്ലേ. എക്സ് ആൻഡ് വൈ ആണ് നമ്മുടെ നമ്പേഴ്സ് തന്നിരിക്കുന്നത്. അതിൻ്റെ തേർഡ് പ്രൊപ്പോർഷനായിട്ട് നമ്മൾ എ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു വൈ ബൈ എ എന്ന് വരും. അപ്പോൾ എന്ത് വന്നു? എ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ എക്സ് എന്ന് വന്നു അല്ലേ. അപ്പം നമുക്ക് ആദ്യത്തതിൻ്റെ തേർഡ് പ്രപ്പോർഷൻ കിട്ടി. ഇനി ഫോർത്ത് പ്രപ്പോർഷൻ ടു എക്സ് വൈ ആൻഡ് സെഡ് അല്ലേ. എക്സ് വൈ സെഡ് അതും നമുക്ക് പി ആയിട്ട് എടുക്കാം ഫോർത്ത് പ്രപ്പോർഷൻ. അപ്പോൾ നമുക്ക് എന്ത് വന്നു? എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു സെഡ് ബൈ പി എന്ന് വരുമ്പോൾ പി ഇസ് ഈക്വൽ ടു വൈ സെഡ് ബൈ എക്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ആണ് 7:22 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് വരും? എ ബൈ പി എന്ത് വരും? വൈ സ്ക്വയർ ബൈ എക്സ് ബൈ വൈ സെഡ് ബൈ എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വന്നു? എക്സ് കട്ടായില്ലേ, നമുക്ക് വൈ കട്ട് ചെയ്തൂടെ? ഈ വൈ സെഡ് അല്ലേടാ ഈ 7:22 എന്ന് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? Z/y ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതിപ്പോൾ y/z ആണ്. അപ്പോൾ Z/y എന്ത് വന്നു? 22:7 വന്നു. 22:7 വന്നു. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ റേഷ്യോ ഓഫ് ദ തേർഡ് പ്രപ്പോർഷൻ ഓഫ് പി ആൻഡ് ക്യൂ ആൻഡ് ദ ഫോർത്ത് പ്രപ്പോർഷൻ ഓഫ് പി ക്യൂ ആൻഡ് ആർ ഇസ് 5:6. ദെൻ ക്യൂ ഇസ് ടു ആർ ഇസ്, നമ്മൾ നേരത്തെ ചെയ്ത സെയിം ടൈപ്പാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ചെയ്യാം. എങ്ങനെയാണ്? തേർഡ് പ്രപ്പോർഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ പി ക്യൂ നമ്മൾ എ ആയിട്ട് നമ്മൾ തേർഡ് പ്രപ്പോർഷൻ എടുത്തു. അപ്പോൾ എന്ത് വന്നു? പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ എന്ന് വന്നു. എ എന്ത് വന്നു? ക്യൂ സ്ക്വയർ ബൈ പി. നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക കേട്ടോ. തേർഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ സ്ക്വയർ ബൈ പി ആണ് എന്ന് പഠിച്ച് വെക്കുക. ഫൈൻ. ഇനി ഫോർത്ത് പ്രപ്പോർഷൻ ടു ക്യൂ ആൻഡ് ആർ, സോറി പി ആൻഡ് ക്യൂ ആൻഡ് ദ ഫോർത്ത് പ്രപ്പോർഷൻ ടു പി ക്യൂ ആൻഡ് ആർ കേട്ടോ. പി ക്യൂ ആൻഡ് ആർ, പി ക്യൂ ആൻഡ് ആറിനെ നമ്മൾ വൈ ആക്കി എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ വൈ എന്ന് വന്നു. വൈ ഇസ് ഈക്വൽ ടു ക്യൂ ആർ ബൈ പി എന്ന് വന്നു അല്ലേ. ഇനി ഇതിൻ്റെ റേഷ്യോ ആണ് എന്ത് തന്നിരിക്കുന്നത്? 5:6 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ക്യൂ സ്ക്വയർ ബൈ പി ബൈ ക്യൂ ആർ ബൈ പി ആണ് എന്ത്? 5:6 എന്ന് തന്നിരിക്കുന്നത്. അതായത് ക്യൂ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ. അതായത് ക്യൂ ബൈ ആർ ആണ് എന്ത്? 5/6 എന്ന് വരിക. അപ്പോൾ നമ്മൾ ചോദിച്ചത് ക്യൂ ഇസ് ടു ആർ അല്ലേ ചോദിച്ചത്. അപ്പോൾ 5:6 ആണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഒന്നുകൂടെ ഉണ്ട്. എന്താണ്? 615 coins consist of 1 rupee, 50 paise and 25 paise coins. Their values are in the ratio of 3:5:7 respectively. Find the number of 50 paise coins. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതാണ് കോയിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ജസ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ്? 1 രൂപയുടെയും 50 പൈസയുടെയും 25 പൈസയുടെയും കോയിൻസ് ഉണ്ട് അല്ലേ. അതിൻ്റെ വാല്യൂ എത്രയോ ഒരു നമ്പർ ഓഫ് കോയിൻസ് 1 റുപ്പിക്കും 50 പൈസയ്ക്കും 25 പൈസയ്ക്കും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് 1 റുപ്പി 50 പൈസ ആൻഡ് 25 പൈസ കോയിൻസ്, നമ്പർ ഓഫ് ഈ ഒരു ടൈപ്പ് ഓഫ് കോയിൻസ് നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് വൈ സെഡ് ആയിട്ട് എടുത്തു വിചാരിക്കാം. ഓക്കെ, ഇനി
അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഇത് വരിക 1 റുപ്പി എന്ന് വരും. 50 പൈസ എന്ന് പറഞ്ഞാൽ എന്താണ് 50/100 അല്ലേ. 100 പൈസയാണ് 1 രൂപ അല്ലേ. 1/2 അങ്ങനെ വരികയാണെങ്കിൽ 25 പൈസ എന്ത് വരും 1/4 വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് എത്രയോ നമ്പർ ഉണ്ട്, ആ നമ്പറാണ് XYZ അല്ലേ. 1 റുപ്പി കോയിൻ്റെ എത്രയോ നമ്പർ ഓഫ് 1 റുപ്പി കോയിൻ ഉണ്ട്, Y നമ്പർ ഓഫ് 50 പൈസ കോയിൻ ഉണ്ട്, Z നമ്പർ ഓഫ് 25 പൈസ കോയിൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു XYZ. ഓക്കെ, അപ്പോൾ 1 റുപ്പി ഇൻറ്റു എക്സ് നമ്പർ ഓഫ് 1 റുപ്പി കോയിൻസ് അല്ലേടാ ഈ വാല്യൂ ആയിട്ട് തന്നിരിക്കുന്ന 357 റേഷ്യോ. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നമ്പർ ഓഫ് കോയിൻസ് ഇൻറ്റു ദ വാല്യൂ ഓഫ് കോയിൻ. ഒരു കോയിൻ 1 രൂപയാണ് അല്ലേ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ടോട്ടൽ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ 1 ഇൻറ്റു എക്സ് 3 എന്നുള്ള റേഷ്യോയിൽ വരും. 1/2 ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 5, 1/4 ഇൻറ്റു സെഡ് ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും XYZ റേഷ്യോ കിട്ടും അല്ലേ. എക്സ് എന്ത് വരും, അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ x is equal to 1x is equal to 3. അപ്പോൾ x is equal to 3 വരും. പിന്നെ 1/2 y is equal to 5 എന്ന് പറയുമ്പോൾ y is equal to 10 എന്ന് വരും. y is equal to 10 എന്ന് വരും. അപ്പോൾ ഇതോ 1/4 z is equal to 7 എന്ന് പറയുമ്പോൾ z is equal to 28. z is equal to 28 എന്ന് വരും. ഫൈൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി XYZ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് അല്ലേ. 1 റുപ്പി കോയിനും 50 പൈസ കോയിനും 25 പൈസ കോയിനും ഇത്രയും നമ്പറിലാണ് ഉള്ളത്. ആ ടോട്ടൽ നമ്പർ അല്ലേടാ ഈ 615 അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 13 + 28 എന്ന് പറയുമ്പോൾ 41 യൂണിറ്റ് അല്ലേടാ ഈ 615 എന്ന് പറയുന്നത് അല്ലേ. 41 യൂണിറ്റ് ആണ് ഈ 615 എന്ന് പറയാം. അപ്പോൾ ഒരു യൂണിറ്റ് എന്താണ് എത്ര തവണ പോവും, 1s പോവും അല്ലേ. 41 1s 41 പോവും. ബാക്കി 20 വരും. 205 എന്ന് പറയുന്നത് 41 ഇൻറ്റു 5s ആണ് 205. അപ്പോൾ ഒരു യൂണിറ്റ് എന്ത് വന്നു 15 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഫൈൻഡ് ദ നമ്പർ ഓഫ് 50 പൈസ കോയിൻസ് ആണ്. എന്താണ് ഈ 50 പൈസ കോയിൻസ്? Y ആണ് നമ്മുടെ 50 പൈസ കോയിൻസ് അല്ലേ. Y എന്തായിട്ടാണ് നമുക്ക് കിട്ടിയത് 10 യൂണിറ്റ് ആണ്. 10 ആണ് Y എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 50 പൈസ കോയിൻ എന്തായി മാറി, നമ്പർ ഓഫ് 50 പൈസ കോയിൻസ് 15 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 150. ഓക്കെ ഫൈൻ. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ ഒരു റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന മെത്തേഡ്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ട്രഡീഷണലും പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് ട്രിക്കും പറഞ്ഞിട്ടുണ്ട്. കഴിയുന്നത് നിങ്ങൾ ഷോർട്ട് ട്രിക്ക് മനസ്സിലാക്കി വെച്ച് അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ എക്സാമിന് ഭാവിയിൽ നിങ്ങൾ CHSL CGL പോലുള്ളവ നോക്കുമ്പോൾ സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ട്രിക്ക് വെച്ചിട്ട് മാത്രമേ അവിടെ ചെയ്യാനുള്ളത് അത്ര പ്രാക്ടിക്കലായിട്ട് വരുള്ളൂ. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ഷോർട്ട് ട്രിക്സ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല ബെസ്റ്റ് ഓഫ് ലക്ക്, നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.